നമസ്കാരം. അന്യോന്യത്തിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഇന്നുള്ളത് 8 മാസത്തിലേറെ കാലം മാലദ്വീപിൽ ജയിലിൽ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്ന ശ്രീ ജയചന്ദ്രൻ മൊകേരിയാണ്. നമസ്കാരം. നമസ്കാരം. മാഷ് 8 മാസത്തിലേറെ മാലദ്വീപിൽ ജയിലിൽ കഴിഞ്ഞു. നിരപരാധിയായിട്ടും ജയിലിൽ കഴിയേണ്ടി വന്നു. അവസാനം നിരപരാധിത്വം സമൂഹത്തിനാകെ ബോധ്യപ്പെട്ടു. താങ്കൾ തിരിച്ച് നാട്ടിലെത്തി. ഞങ്ങളതിനുള്ള സന്തോഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിലും ഇപ്പോൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. വളരെ സന്തോഷം. ഈ 8 മാസം ജയിലിൽ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജയിൽ ജീവിതം അതെങ്ങനെയുണ്ട്? ജയിൽ ജീവിതം അവരെന്നെ ഫിസിക്കലായിട്ട് ടോർച്ചർ ചെയ്തില്ലെങ്കിലും അത് മാനസികമായിട്ട് ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജയിൽ സെല്ലുകൾ തന്നെ ഒന്നിലധികം പ്രാവശ്യം ഏതാണ്ട് 6ഓളം സെല്ലുകളിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. അവസാനം എത്തുമ്പോഴേക്കും അതൊരു നരകം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. 4 പേർ കിടക്കേണ്ട സെല്ലിൽ 10 പേര് ഇരിക്കുക, അതിന് കിടക്കേണ്ടി വരിക. അതിൽ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരിക. ഇടയ്ക്ക് വെള്ളം നിന്നുപോയ സമയത്ത് ഒരാഴ്ച നരകമായിരുന്നു. നമുക്ക് പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക. കക്കൂസിലാണെങ്കിൽ ഈ 10 പേരുടെ മലമൂത്ര വിസർജനങ്ങൾ ഇങ്ങനെ തങ്ങി നിൽക്കുക, അതിനിടയിൽ ഭക്ഷണം കഴിക്കേണ്ടി വരിക. പിന്നെ ഈ 10 പേരിലും പലരും കുറ്റവാളികളാണല്ലോ, അവരുടെ ക്രിമിനൽസാണ്. അപ്പോൾ അവരുടെ ബഹളങ്ങൾ, പാട്ട്, അതിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നമുക്കുണ്ടാകുന്ന പരാതികൾ എവിടെയെങ്കിലും രേഖപ്പെടുത്താനോ എത്തിക്കാനോ പരിഹാരം കാണാനോ അവസരമുണ്ടോ? ഒരവസരവും ഇല്ല. കാരണം ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരാൾ വന്ന സമയത്ത് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതൊന്നും തന്നെ നടപ്പിലാക്കപ്പെടുണ്ടായിട്ടില്ല. മാത്രമല്ല, മാലദ്വീപിൽ ജനങ്ങളുടെ അവരുടെ ഇഷ്യൂ തന്നെ ഒരു സമരമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് തന്നെയുള്ള പരാതികളും സമരമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ജയിലിലെ സമരം ചെയ്യുന്ന രീതിയില്ല. ഇല്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല രാജ്യമാണത്. അതെ, സമരമില്ലാത്ത രാജ്യം. ഇപ്പോൾ ജനങ്ങൾ ഒരു പ്രതിഷേധമൊക്കെ കാണിക്കുകയുള്ളൂ. പക്ഷേ അതുകൊണ്ട് ഒന്നുമില്ല. ജനങ്ങൾ അതുകൊണ്ട് തന്നെ അധികാരികൾക്ക് ആരെയും പേടിയില്ല. ദുരധികാരത്തിലേക്ക് എത്തുന്നുണ്ട്. അത് ദുരധികാരം തന്നെയാണ് അവിടെ തീർച്ചയായിട്ടും നടക്കുന്നത്. മാഷ് പറഞ്ഞു ഈ തടവ് ജീവിതം അവിടെ പൊതുവെ മനുഷ്യാവകാശം മാനിക്കാത്തതാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കൂടെ വംശീയമായ പ്രശ്നങ്ങൾ, ദേശീയമായ പ്രശ്നങ്ങൾ, ഒരു പരദേശിയാണ് അവിടെ തടവിൽ കിടക്കുന്നത് എന്ന അവസ്ഥ മാഷ്ക്ക് തോന്നുന്ന തരത്തിൽ എന്തെങ്കിലും തരത്തിൽ വംശീയമായ പ്രശ്നങ്ങളുണ്ടായിരുന്നോ? വംശീയമായ എന്നർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന ആ തലത്തിൽ ഒന്നും ഇല്ല. പക്ഷെ അതേ സമയത്ത് വിദേശികൾ എന്ന നിലയ്ക്ക് നമ്മളോട് ജയിലധികാരികൾ മോശമായി പെരുമാറുന്നുണ്ടോ? കൂടുതൽ അങ്ങനെ മോശമായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ക്രിമിനൽസ് ആയിട്ടാണല്ലോ കാണുന്നത്. അത് ഇന്ത്യക്കാരായാലും. പക്ഷേ ഇതിൽ 2 തട്ടുകൾ കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് വെള്ളത്തൊലിയുള്ള ആൾക്കാരോട്, എസ്പെഷ്യലി യൂറോപ്യൻസോ അമേരിക്കൻസോ ഒക്കെ ആണെങ്കിൽ അവരുടെ രീതി ഒന്ന് മറ്റൊന്നാണ്. അവരൊന്നും തടവിലിടാൻ അവരൊരിക്കലും ശ്രമിക്കാറില്ല. അപ്പോൾ ഒരിക്കലും സൗദി അറേബ്യയിലുള്ള ഒരാൾ അത് അവരുടെ തന്നെ പിന്നെ അയാളുടെ തന്നെ ഭാര്യ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടാണ്. പക്ഷേ അതൊന്നും നിന്നിട്ടില്ല. കാരണം അതേ സമയത്ത് ഏഷ്യൻസിനോട് ഉള്ള കാഴ്ചപ്പാട് മറ്റൊന്ന്. ഏഷ്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ, പാകിസ്ഥാൻ അല്ലെങ്കിൽ ലങ്ക തുടങ്ങിയ. ഇപ്പം ഇന്ത്യക്ക് പ്രത്യേകിച്ച് പരിഗണനകൾ ഒന്നുമില്ല. അതേ സമയത്ത് ഇന്ത്യയാണ് എല്ലാ രീതിയിലും മാലദ്വീപിനെ സഹായിക്കുന്നത്. അതെ, അങ്ങനെയാണല്ലോ. ഈ അവസാനം ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോഴും ഇന്ത്യയാണ് സഹായഹസ്തം നീട്ടുന്നത്. അവരെല്ലാ കാര്യത്തിനും ഒരു സ്വന്തം വൻകര പോലെ ആശ്രയിക്കുന്നത് ഇന്ത്യയെയാണ്. എന്നിട്ടും മാലദ്വീപുകാർക്ക് ഇന്ത്യക്കാരോട് ഒരു വിപ്രതിപത്തിയാണുള്ളത്. വിപ്രതിപത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് അതൊരു പുച്ഛമായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഒരു മാലദ്വീപുകാരനും ഇന്ത്യക്കാരനെ ആദരിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. മാഷ് മാലദ്വീപ് സർക്കാരിൻ്റെ തന്നെ ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുമായിരുന്നു. അതെ. അവിടെ ഒരു കുട്ടിയോട് മാഷ് മോശമായി പെരുമാറി എന്ന പരാതി വന്നിട്ടാണ് മാഷ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. അതെ. ആ സംഭവം ഓർക്കാമോ? മാലദ്വീപിലുള്ള ക്ലാസ് റൂം ആദ്യം വിശദീകരിക്കേണ്ടി വരും. ഇപ്പോൾ പ്രത്യേകിച്ചും എൻ്റെ പേരിൽ ചുമത്തിയിരിക്കുന്ന ഒരു പിന്നെ കേസ് ഒരുപക്ഷെ കേൾക്കുന്ന ആൾക്ക് തോന്നാം ചിലപ്പോൾ തീയില്ലാതെ പുകയുണ്ടാകുമോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അത് മാലദ്വീപിലെ ക്ലാസ് മുറിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. എന്താണ് അവിടുത്തെ ക്ലാസ് മുറി ഒരു യുദ്ധമാണ് ശരിക്കും. ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ശരിക്കും അതിസാഹസമാണ്. കാരണം ഞാൻ ജോലി ചെയ്തിരിക്കുന്ന 4 സ്കൂളുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്.
ആദ്യമുള്ള സ്കൂളുകളിലൊക്കെ തന്നെ ചിലപ്പോൾ ടീച്ചർ എക്സസ് ആയതുകൊണ്ടൊക്കെയാണ് എനിക്ക് ട്രാൻസ്ഫർ ആയി കിട്ടിയത്. അപ്പോൾ 4ാമത്തെ ദ്വീപിലാണ് കൂടുതൽ കാലം ഒരു 5 വർഷത്തോളം ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ 4 സ്കൂളുകളിലും കണ്ടിരിക്കുന്നത് ക്ലാസ് മുറിയിൽ കുട്ടികൾ അടങ്ങിയിരിക്കില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ എക്സ്പാട്രിയേറ്റ് ടീച്ചേഴ്സ് ആകുമ്പോൾ പ്രത്യേകിച്ചും അവർ അടങ്ങിയിരിക്കുകയില്ല. അതേ സമയത്ത് അത് അടങ്ങിയിരിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കടലാസ് എടുത്തെറിയും. അതേപോലെ ടീച്ചേഴ്സിൻ്റെ മുഖത്ത് തുപ്പുന്ന കുട്ടികളുണ്ട്. അതേപോലെ ഈ ഡെസ്കിനടിച്ച് ബഹളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ. അത് അവിടുത്തെ ഒരു രീതി തന്നെയാണ്. അത് അവിടുത്തെ ഒരു രീതിയാണ്. മാത്രമല്ല അവരുടെ ദിവേഹി ഭാഷയിൽ പറയാത്ത അസഭ്യങ്ങളില്ല. സത്യത്തിൽ ദിവേഹി ഭാഷ പഠിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നോട് അവിടെ വന്നപ്പോൾ തന്നെ പലരും പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഷ നിങ്ങളുടെ ആരൊക്കെയാണ് വീട്ടിലുള്ളവരെയൊക്കെ വിളിക്കുന്നത് കേട്ട് നിങ്ങൾ വെറുതെ ബോധരഹിതനായി മാറും. അതുകൊണ്ട് ഈ ഭാഷ പഠിക്കരുത് എന്ന് പോലും ചിലർ ആ ഭാഷ പഠിക്കാറുമില്ല. പഠിക്കാത്തതുകൊണ്ട് നമ്മളറിയാത്ത ഭാഷയിൽ തെറി പറയുമ്പോൾ പ്രശ്നമില്ലല്ലോ. എന്നാലും തെറി ഏത് ഭാഷയിൽ പറഞ്ഞാലും അത് കുറേയൊക്കെ മനസ്സിലാവും. പിന്നെ പലപ്പോഴും നമ്മൾ കുട്ടികളെ ക്ലാസ്സിൽ പിടിച്ചിരുത്തേണ്ടി വരും. ഞാനും ചെയ്ത് അത്രമാത്രമാണ്. സീറ്റിൽ ബലമായി പിടിച്ചിരുത്തം മാത്രമാണ് ചെയ്തത്. ഒരു ആൺകുട്ടി അതൊരു 10 വയസ്സുള്ള ആൺകുട്ടിയാണ്. അത് വേറെ ഒരു തമാശ, ഇവിടെ ചില ആൾക്കാർ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞു. 10 വയസ്സുള്ള ആൺകുട്ടിയാണിത്. അപ്പോൾ ആൺകുട്ടിയെ പിടിച്ചിരുത്തി. അപ്പോൾ ഇരുത്തിയ സമയത്ത് അവൻ അതിനോടുള്ളൊരു പ്രതിഷേധമുണ്ട്. അപ്പോൾ അത് കുട്ടികൾ കംപ്ലയിൻറ്റ് ചെയ്യും, പല രീതിയിൽ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ഈ സ്കൂളിൽ തന്നെ നേരത്തെ ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ പിടിച്ച് തൽക്കാലം ഇരുത്താൻ ശ്രമിച്ച സമയത്ത് ആ കുട്ടി കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്പർശിക്കാൻ പറ്റാത്ത സ്ഥലത്ത് അധ്യാപകൻ തൊട്ടു എന്നൊക്കെ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടോ ഒരു കംപ്ലയിൻ്റായി മാറിയില്ല. ഇത്തരത്തിലുള്ള ഒരു ലെവലിലേക്ക് പോലീസ് കേസിലേക്ക് എത്തി. അത് കാരണം അപ്പോൾ തന്നെ അതങ്ങ് അവിടെ നല്ലൊരു ഹെഡ് മാസ്റ്റർ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കപ്പെടും. പക്ഷേ ഇവർ ഈ രീതിയിൽ തെറ്റായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നല്ലൊരു തലവനാണെങ്കിൽ അങ്ങനെ ഉണ്ടാകാറില്ല. പക്ഷേ എൻ്റെ കേസിൽ എന്തുകൊണ്ടോ അങ്ങനെയൊക്കെ സംഭവിച്ചു. റിപ്പോർട്ട് ചെയ്തു. സ്കൂൾ പരാതിക്കാരനായിട്ട് പരാതി പോലീസിലേക്ക് പോയി. കുട്ടികൾ തന്നെ കുട്ടി തന്നെ വീട്ടിൽ ചെന്നിട്ട് ഒരു പരാതി പറഞ്ഞപ്പോൾ അതെന്താണ് ആ കുട്ടി പറഞ്ഞതെന്ന് അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണ് പേരൻസ് ചെന്ന് നോക്കുന്നത് സ്കൂളിലേക്ക്. അപ്പോൾ സ്കൂളുകാരാണ് അത് പരാതി കൊടുക്കുന്നത്. കുട്ടി 3 ദിവസത്തിനകം ആ പരാതിയൊക്കെ പിൻവലിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ സ്കൂളും പരാതി പിൻവലിക്കുന്നുണ്ട്. കേസ് തുടരുകയാണ് ചെയ്യും. കുട്ടിയുടെ പരാതി വന്ന് അത് പ്രധാനാധ്യാപകൻ എന്തുകൊണ്ട് അത് പക്വതയോടുകൂടി കൈകാര്യം ചെയ്തില്ല? എന്തുകൊണ്ട് മാഷ്ക്കെതിരെ ഒരു പരാതി അധികാരികളിലേക്ക് കേസ് ഇങ്ങനെയൊക്കെ പോകുമെന്ന് അയാൾ കരുതിയിട്ടുണ്ടാവില്ല. ഇയാൾ ആരോടോ, കാരണം സത്യത്തിൽ നമ്മൾ അയാളുടെ ക്വാളിഫിക്കേഷൻ കൂടി നോക്കണം. 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത, എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ് വരെ മറ്റോ പഠിച്ചിരിക്കുന്ന കക്ഷിയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന കക്ഷി. അത് അവിടുത്തുകാരനായതുകൊണ്ട് കക്ഷിയാണ്. അപ്പോൾ അയാൾ ഈ ഭരിക്കുന്ന ആൾക്കാർ പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ BEd കഴിഞ്ഞിരിക്കുന്ന ടീച്ചേഴ്സിനോടാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ കാര്യങ്ങൾ ആരോടോ ഉപദേശം ചോദിച്ചിരിക്കാം. ആ ഉപദേശം ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകുക. പക്ഷെ അത് അയാളുടെ മാനേജ്മെന്റിനോട്, മാഷോട് പ്രത്യേകിച്ച് എന്തെങ്കിലും അലോഹ്യം ഉണ്ടാകേണ്ട സാഹചര്യമുണ്ടോ? അലോഹ്യം ഉണ്ടാകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കൂടെ അതിൻ്റെ മുമ്പേ 8 വർഷം ഉണ്ടായിരുന്ന ഒരു ടീച്ചർ, ഒരു സൂപ്പർവൈസറായി നിൽക്കുന്ന ആളോടുള്ള ഒരു വൈരാഗ്യമുണ്ട് ഇയാൾക്ക്. ഇപ്പം ഞങ്ങൾ മലയാളികളെ മിക്കവാറും ഒന്നിച്ച് നടക്കുന്ന സമയത്ത് അപ്പോൾ ഞാനും അയാളുടെ കൂട്ടാണെന്ന് കരുതിയിട്ടുണ്ടാകുമോ. അപ്പോൾ അയാളോട് ഇയാൾക്കൊരു പ്രൊഫഷണൽ ജലസി നേരത്തെ ഉണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ വന്നതാണോ എന്നറിയില്ല. പിന്നെ ചില സ്റ്റാഫ് മീറ്റിങ്ങിലൊക്കെ തന്നെ ചിലപ്പോൾ നമുക്ക് എടുക്കുന്ന നിലപാടുകൾ ഞാൻ ചെറുതായി ചിലപ്പോൾ എതിർത്തിട്ടുണ്ട്. അത്രയൊക്കെ മതി ഒരു മാലദ്വീപുകാരന്. കാരണം ദ്വീപ് പോലെ തന്നെ വളരെ ചെറിയൊരു മനസ്സാണ് ദ്വീപുകാരൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന നല്ലതാണ്. ഈ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളും സ്കൂളും പരാതിയിൽ നിന്ന് പിന്മാറിയിട്ടും കേസ് തുടർന്നു പോയി. അതെ. മാത്രമല്ല വീണ്ടും റിമാൻഡ് കാലാവധി നീട്ടി 8 മാസം 20 ദിവസം ജയിലിൽ കിടക്കേണ്ട സ്ഥിതി വന്നു. അതെ. പിന്നെ ഏത് സാഹചര്യത്തിലാണ് വിട്ടയക്കാൻ അധികാരികൾ തീരുമാനിക്കുന്നത്? അധികാരികൾ തീരുമാനിക്കുന്നത് ഏതാണ്ട് എനിക്ക് തോന്നുന്നത്, ഞാനതൊന്നും അറിയുന്നില്ല. ഒരു കാര്യവും ഞാൻ അറിയുന്നില്ല. കാരണം ഇവിടെ ആ സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ വലിയൊരു ശബ്ദമുയർത്തിയതിൻ്റെ ഭാഗമായിട്ടാണ്. സത്യത്തിൽ എൻ്റെ വലിയ സൗഹൃദങ്ങളാണ് അതിൻ്റെ പിറകിൽ എന്നെ രക്ഷപ്പെടുത്തിയെന്നുള്ളതാണ്.
അത് നേരത്തെ നമുക്ക് മാഷിന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയുന്ന, അതെ. മാഷ്ക്കെതിരെ ഉയർന്ന പരാതി, മാഷ് അത്തരത്തിൽ പെരുമാറാൻ ഇടയില്ലെന്ന് അറിയുന്ന സുഹൃത്തുക്കൾ ഉണ്ടാക്കിയ ശബ്ദമാണ് മാഷെ ഇപ്പോൾ ഈ സീറ്റിലെത്തിച്ചത്. അതെ അതെ അതെ. അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത രൂപത്തിലായിരുന്നു കാര്യങ്ങൾ പോകുന്നത്. അല്ലാതെ ഈ കുറ്റകൃത്യം അവരുടെ രീതിക്ക് അവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഏത് തരത്തിലുള്ള ശിക്ഷ മാഷ്ക്ക് കിട്ടുമായിരുന്നു? അത് പിന്നെ കേട്ടിരുന്നത് എംബസിയിൽ നിന്ന് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം 25 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാം എന്നുള്ളതാണ്. 25 വർഷം വരെ തടവ് ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ജീവിതമില്ല. അത്തരത്തിൽ തടവ് ശിക്ഷ കിട്ടിയ മറ്റ് നാട്ടുകാർ അവിടെ കുറേ പേരുണ്ടോ? ഇന്ത്യക്കാർ തന്നെ ഉണ്ട്. ഇപ്പോൾ 9 പേർക്ക് 25 വർഷം ശിക്ഷ കിട്ടിയ 9 പേർ ഇപ്പോൾ അവിടെ ഉണ്ട്. അതിൽ പലരും ഇതുപോലെ നിരപരാധികളാണോ? അതെനിക്ക് കൂടുതലായിട്ട് അറിയില്ല. അവിടുത്തെ നിയമവ്യവസ്ഥയുടെ കാർക്കശ്യം, മനുഷ്യത്വ രാഹിത്യം ഒക്കെ ഇരയാക്കി മാറ്റിയ കുറേ പേരെങ്കിലും അതിനുണ്ടാവില്ലേ? അതിലേതായാലും എനിക്കറിയുന്ന 2 പേര്, ഒന്ന് റുബീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്, വർക്കലയുള്ള. അവളിപ്പോൾ 4 വർഷമായി യാതൊരു രീതിയിലുള്ള ട്രയലും ഇല്ലാതെ, ഇപ്പോൾ ട്രയൽ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. ഒന്ന് ആ പെൺകുട്ടി വർക്കലയുള്ള. അത് ഈ 21 പേരാണ് ഇന്ത്യക്കാർ അവിടെ ഉള്ളത്. അതിൽ ഒറ്റ പെൺകുട്ടിയാണ് ഈ റുബീന. മറ്റൊന്ന് രാജേഷ്, IGMH ഒരു ലാബ് ടെക്നീഷ്യനാണ്. അദ്ദേഹം ഇപ്പോൾ അവിടെ ജയിലിലല്ല, ഹൗസ് അറസ്റ്റിലാണ് കിടക്കുന്നത്. ഇവർ 2 പേരും, റുബീനയും രാജേഷും, നിരപരാധികളാണ് എന്ന് മാഷ്ക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അതെനിക്ക് ഏതാണ്ട് രാജേഷിൻ്റെ കാര്യം കൃത്യമായിട്ടറിയാം, നിരപരാധിയാണെന്നുള്ളത്. റുബീനയുടെ കാര്യത്തിലും സംശയാസ്പദമാണ് തടവ്. 2 പേരുടെയും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ളവർക്ക് അവിടെ ലീഗൽ നീഡ്സ്, കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായമൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇന്ത്യൻ എംബസി സഹായിക്കുന്നുണ്ട് അവർ? ഇന്ത്യൻ എംബസി സഹായിക്കുന്നൊന്നുമില്ല. ഇന്ത്യൻ എംബസി സാമ്പത്തിക സഹായങ്ങളൊന്നും ചെയ്യുന്നില്ല. മാത്രമല്ല അവരുടെ പൈസ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടിക്ക് വക്കീലിനെ വെക്കാനുള്ള സാമ്പത്തിക ഒന്നുമില്ല. രാജേഷാണെങ്കിൽ സ്വന്തമായിട്ടാണ് വക്കീലിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റ് കക്ഷികളൊക്കെ തന്നെ സ്വന്തം നിലക്കാണ് വെക്കുന്നത്. ഇപ്പോൾ മാഷിന്റെ കാര്യത്തിൽ സുഹൃത്തുക്കളൊക്കെ ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ ഇങ്ങനെ ഇന്ത്യൻ എംബസി നിന്ന് ഒരു സഹായം കിട്ടി, മറ്റുള്ള ആളുകൾക്ക് അത് കിട്ടുന്നില്ല. അവർക്കത് കൊടുക്കണം, അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ ഇന്ത്യൻ എംബസി ഏറ്റെടുക്കണം. അവർക്ക് നീതി കിട്ടുന്ന വിധത്തിൽ നിയമപ്രക്രിയയിലൂടെ തന്നെ, അവിടുത്തെ നിയമപ്രക്രിയയിലൂടെ നീതി കിട്ടുന്ന വിധത്തിൽ ഇന്ത്യൻ എംബസി അവരുടെയൊക്കെ പ്രശ്നത്തിൽ ഇടപെടണം എന്നൊരു നിർദ്ദേശം മാഷ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയാതെ, ഈ വിദേശത്തുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തുള്ള ഒരു സിറ്റിസനാണ് അവിടെ കിടക്കുന്നതെങ്കിൽ ആ സിറ്റിസൺ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ആ രാജ്യത്തിന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 121 കോടി ജനങ്ങളിൽ 1 കോടി ജനങ്ങൾ ജയിലടച്ചാലും ഒന്നും സംഭവിക്കില്ല എന്നുള്ള നിലപാടാണ്. ഈ കാഴ്ചപ്പാട് മാറണം. ഓരോ പൗരനും ഓരോ രാജ്യത്തിനും വിലപ്പെട്ടതാണ് എന്നുള്ളൊരു ധാരണ വേണം. എൻ്റെ കാര്യത്തിൽ തന്നെ ആ എംബസിയിലൊരു വെൽഫെയർ ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫാക്സുകൾ വന്ന് കിടപ്പുണ്ട്, പക്ഷേ നിങ്ങൾക്ക് സെൻറ്റൻസ് കിട്ടാനിടയുണ്ട്. അന്ന് ഞാനൊരു ബ്ലഡ് പ്രഷർ പേഷ്യൻ്റ് കൂടിയാണ്. അന്നെൻ്റെ BP കൂടി ആകെ നാശമായി. ശിക്ഷ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 2 കൊല്ലം ശിക്ഷ കിട്ടിയാൽ തന്നെ ജീവിക്കാൻ പറ്റാത്ത ആ സിറ്റുവേഷനിൽ നമ്മൾ ജയിലെന്ന് പറയുന്നതൊക്കെ അതുവരെ ഞാൻ സിനിമയിലൊക്കെ കണ്ടൊരു മനുഷ്യനാണ്. ജയിലിനകത്ത് കഴിയുന്നൊരവസ്ഥയിൽ പോകുക എന്ന് പറയുന്നത് പറ്റും, അതും നമ്മളൊന്നും ചെയ്യാത്തൊരവസ്ഥയിൽ. പക്ഷേ ഇയാൾ വളരെ കൂളായിട്ടാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ. ഞാൻ പറഞ്ഞില്ല, അവസാനം മാത്രമാണ്, വിദേശ മന്ത്രാലയത്തിൽ ഇടപെടലിന് ശേഷം മാത്രമാണ് അവർ നല്ലത്. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യക്കാർ എന്നുള്ള സ്നേഹത്തോടു കൂടിയോ ഒരു ഇര എന്ന സഹതാപത്തോടു കൂടിയോ അല്ല ഇന്ത്യൻ എംബസി കാര്യത്തിൽ ഇടപെടുന്നത്, അല്ലേ? ആദ്യഘട്ടത്തിൽ അല്ല, ആദ്യ അർത്ഥത്തിലേ അല്ല. മാത്രമല്ല, എന്നെ കാണാനൊന്നും അവർ വന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എംബസിയിൽ ഒരു മുംബൈയിലുള്ള 2 പേരുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ വരുമ്പോൾ ഞങ്ങളെല്ലാം വന്ന് കണ്ടു. പക്ഷേ ഇതിലും കർക്കശമായ നിയമവ്യവസ്ഥയൊക്കെ നിലവിലുള്ള എത്രയോ രാജ്യങ്ങളിൽ മലയാളികൾ, ഇന്ത്യക്കാർ ഒക്കെ അവരുടേതായിട്ടുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കൂട്ടായ്മകൾ എന്തെങ്കിലും മാലദ്വീപിൽ ഉണ്ടോ? മാലദ്വീപിൽ ഇന്ത്യൻ ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ഇന്ത്യൻ ക്ലബ്ബുകൾ, അവരുടെ 1-2 ക്ലബ്ബുകളുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം എനിക്ക് കൂടുതലായിട്ട് അവരെ നേരത്തെ എനിക്ക് പരിചയപ്പെടാത്തതുകൊണ്ട്. പക്ഷേ എൻ്റെ ഈ കാര്യത്തിലൊക്കെ അവർ വളരെ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ പരിമിതിയുണ്ട്. പരിമിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്ന് ജുഡീഷ്യറിയുടെ അകത്തേക്ക് അല്ലെങ്കിൽ എന്നെ കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ നിയമം വളരെ സ്ട്രിക്റ്റാണ്, ഇടയ്ക്കിടയ്ക്ക് അവർ പറയുന്നതാണ്, വളരെ സ്ട്രിക്റ്റാണ് ഞങ്ങളുടെ നിയമം എന്ന് പറയും. എന്നാൽ ആ നിയമത്തിനകത്ത് എല്ലാ രീതിയിലുള്ള അഴിമതികളുണ്ട്. പണം കൊടുത്ത് സുന്ദരമായിട്ട് ഇറങ്ങുന്ന കക്ഷികളുണ്ട്. എത്രയോ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. മീഡിയയുണ്ടോ?
മാധ്യമപ്രവർത്തനം ശക്തമാണോ? അവരിൽ നിന്ന് ഇത്തരത്തിലുള്ള വിക്ടിംസ് മീഡിയാസ് അങ്ങനെ സ്വതന്ത്രമായിട്ടുള്ള മീഡിയാസ് ഇല്ലെന്നാണ്. എല്ലാം ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. കാരണം അവിടെ എന്ത് സംഭവിക്കുന്നു, ഓരോ ദ്വീപിൽ എന്ത് സംഭവിക്കുന്നു ഞങ്ങൾ അറിയാറില്ല. കാരണം ഇത് 1200 ദ്വീപുകൾ, 200 ദ്വീപുകളിൽ മാത്രമേ ആൾക്കാരുള്ളൂ. അതിൽ ഓരോ ദ്വീപുകളിലും എന്തൊക്കെ സംഭവിക്കും. ഉദാഹരണത്തിന് ചില ഇന്ത്യൻ അധ്യാപകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവിടെ. ഒരു ടീച്ചർ 2 വർഷം മുമ്പ് ആ കൊലയാളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഒരു ബംഗ്ലാദേശിയാണ്. 2 വർഷം മുമ്പ് ബ്രൂട്ടലായി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു നേഴ്സ് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ പിന്നെ എത്രയോ ടീച്ചേഴ്സിന് തലക്ക് അടികൊണ്ടിട്ടുണ്ട്. ഒരു ഗർഭിണിയായ ടീച്ചറെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല സ്കൂളിലെ വിദ്യാർത്ഥികൾ. അപ്പോൾ അതുപോലെ പേരൻസ് ഉണ്ടായിരിക്കാം. ഇവരൊക്കെ ഈ സംഭവങ്ങളൊന്നും തന്നെ മാലദ്വീപിൽ ജോലി ചെയ്യുന്ന ഞങ്ങളൊന്നും അധികം അറിയാറില്ല, എന്തൊക്കെ സംഭവിക്കുന്നുള്ള കാര്യങ്ങൾ. അവർക്കൊന്നും തന്നെ അതിലിപ്പോൾ ഉദാഹരണത്തിന് ഒരു ടീച്ചറെ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ടീച്ചറെയാണ് അവർ ഡീപ്പോർട്ട് ചെയ്യുന്നത്. ശല്യം ചെയ്ത കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല അവിടെ. അതാണ് സ്ഥിതി. ഈ ആംനസ്റ്റി ഇൻ്റർനാഷണലൊക്കെ പോലുള്ള മനുഷ്യാവകാശ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അവിടെ എത്രമാത്രം സാന്നിധ്യമുണ്ട് അവർക്ക്? അവിടെ ഞങ്ങളെ ജയിലിലിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അവരുടെ മാലദ്വീപിലുള്ളതായിട്ട് ബന്ധപ്പെട്ട സ്വതന്ത്ര ഏജൻസി മറ്റൊരു കക്ഷി, അവരുടെ ഭരണകൂടത്തിൻ്റെ തന്നെ ആയിരിക്കണം അത്. മറ്റു കക്ഷികൾ അവരെ പറ്റി എനിക്ക് തോന്നുന്നു ആ അർത്ഥത്തിൽ പുറം ലോകം അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ എൻ്റെ ഈ സംഭവത്തോടു കൂടിയാണ് മാലദ്വീപിൻ്റെ ജയിലറെക്കുറിച്ച് തന്നെ എനിക്ക് തോന്നുന്നത് പുറത്തറിയാൻ തുടങ്ങിയിട്ടുള്ളത്. അതുവരെ അവിടുത്തെ ജയിലിനെ കുറിച്ച് പോലും, കാരണം നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് ആരും മാലദ്വീപിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. നിയമ നടപടികൾ അത് എത്രമാത്രം ചെലവേറിയതാണ്? എല്ലാ നാട്ടിലും ചെലവേറിയതാണ്. അതെ. മാഷ്ടെ ഈ കാലത്ത് എത്ര കണ്ട് രൂപ ചെലവായി? അതെങ്ങനെയാണ് നിറവേറ്റിയത്? എങ്ങനെയാണ് കണ്ടെത്തിയത്? ചെലവ് പിന്നെ എനിക്ക് അവിടെ നിന്ന് ഇപ്പോൾ ഏപ്രിൽ 13 എന്നെ സ്കൂൾ ടെർമിനേറ്റ് ചെയ്യുന്നത്. ആ ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇയാൾക്ക് പുതിയ രീതിയിലുള്ള പഠിപ്പിക്കൽ രീതി അറിയാത്തതുകൊണ്ടാണ് ഇയാൾ ടെർമിനേറ്റ് ചെയ്യുന്നത്. അല്ല, ഈ കേസല്ല പറഞ്ഞിരിക്കുന്നത്, രണ്ടും വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ആ കിട്ടിയ ഒരു ശമ്പളം എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവർ അത് വെച്ചിട്ടാണ് എൻ്റെ പൈസ കൊടുക്കുന്നത്. അതിൽ വക്കീൽമാരെന്ന് പറയുന്നത് അവിടെ പൈസ പിടുങ്ങുന്ന കുറേ മനുഷ്യന്മാരാണ്. അതായത് ഒരു $5000 കൂടുതൽ കൊടുക്കുക. അപ്പോൾ അത് ഈ IOയും ജഡ്ജിയും അതുപോലെ വക്കീലും കൂടെ പങ്കിട്ട്, വക്കീലാണ് അതിൻ്റെ മീഡിയേറ്റർ, അങ്ങനെ ഇറങ്ങുന്ന ജുഡീഷ്യറി തന്നെ അഴിമതിപ്പെട്ട സ്ഥലമാണ്. അതെ, ജുഡീഷ്യറി തന്നെ അഴിമതിയാണ്. അപ്പോൾ അങ്ങനെ അഴിമതി ചെയ്യാനുള്ളത് വിദേശികളോടാണ്. അതേസമയത്ത് ലോക്കൽസിനോട് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആ അർത്ഥത്തിൽ മൊത്തം അഴിമതിയുടെ ഒരു കേന്ദ്രമാണ്. ആകെ 3.5 ലക്ഷം ജനങ്ങളുള്ള ഈ രാജ്യം എന്ന് പറയുന്നത്. മാഷ്ക്ക് ഈ നിയമ നടപടിക്ക് എത്ര രൂപ ചിലവായി? ഏതാണ്ട് ഒരു $1000 അടുത്ത് ചിലവായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത് സ്വന്തമായി കയ്യിൽ നിന്ന് തന്നെ? അതെ. ഇപ്പോൾ ജോലി ഇല്ലാതായി? ഇപ്പോൾ ജോലിയില്ല. ഇപ്പോൾ നാട്ടിൽ തിരിച്ചെത്തി, പക്ഷെ സ്വതന്ത്രനായി. അതെ. ഇനി എന്താണ് ഭാവി പരിപാടികൾ ആലോചിക്കുന്നത്? ഭാവിയെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഞാനൊരു പ്രീപ്ലാൻ ചെയ്യാത്തൊരു മനുഷ്യനാണ്. പക്ഷേ കുറച്ച് നേരം എനിക്ക് നല്ല ക്ഷീണമുണ്ട്. കാരണം അല്ല, ഈ ജോലിയിലേക്ക് പോകുന്നതിന് മുമ്പ് നാട്ടിൽ വളരെ പ്രസിദ്ധനായ ഒരു പാരലൽ കോളേജ് അധ്യാപകനായിരുന്നു. സ്വന്തമായിട്ട് ആളുകളെ ആ മേഖലയിലേക്ക് മടങ്ങി പോകാനാണോ ആഗ്രഹിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും പരിപാടികളുണ്ടോ? ടീച്ചിങ് സത്യത്തിൽ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു മനുഷ്യനായിരുന്നു ഞാൻ. ഈ മാലദ്വീപിലോട് പോയോടുകൂടി ടീച്ചിങ് എന്ന് പറയുന്ന സാധനം വല്ലാത്തൊരു മടുത്തുപോയി എന്നുള്ളൊരു കാര്യമുണ്ട്. ടീച്ചിങ്ങിലേക്ക് പോകണോ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. തൽക്കാലം ഞാനൊരു കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് ചെയ്യാണ്. കാരണം 8 മാസത്തിലധികമായിട്ട് ഇങ്ങനെ ഈ സിമെൻറ്റ് തറയിൽ കടന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. സിമെൻറ്റ് തറയിലാണോ 8 മാസം? സിമെൻറ്റ് തറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് ഉണ്ടാവും, അതിലായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ട് കാലിനും നംനസും ഈ പാദങ്ങൾക്ക് അതുപോലെ വേദനകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നേരിട്ട് കണ്ടാൽ പ്രയാസമില്ലെങ്കിലും ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ചിന്തിക്കണം. പിന്നെ അതിനെക്കുറിച്ചൊക്കെ തന്നെ എഴുതണം എന്നൊക്കെ കരുതുന്നു. ഈ ശാരീരിക പ്രശ്നങ്ങൾ അതിജീവിക്കുന്നതിന് വേണ്ടി എന്ത് തരത്തിലുള്ള ചികിത്സയാണ് വേണ്ടി വരിക? അതിന് സമൂഹം ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സഹായം നൽകേണ്ട ഒരു സ്ഥിതി ഉണ്ടോ? മാഷുടെ സാമ്പത്തിക സ്ഥിതി, കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്? അതിപ്പോൾ തൽക്കാലം ചിലർ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ സംസാരിച്ചിട്ടുണ്ട് ചിലർ. അപ്പോൾ അതിനടുത്ത് തന്നെ ഞാനിപ്പോൾ താമസിക്കുന്നതിനടുത്ത് തന്നെ ഒരു സൗകര്യം ചെയ്യാമെന്നുള്ള തീരുമാനമായിട്ടുണ്ട്. മാഷുടെ പോലെ തന്നെ അവിടെ ഇപ്പോഴും മലയാളികൾ ഒരുപാട് പേര് പഠിപ്പിക്കുന്നുണ്ടോ? മാലദ്വീപിൽ എത്ര അധ്യാപകർ ഈ മേഖലയിലുണ്ടാവും? 2000-നും 3000-നും ഇടയിലുള്ള അധ്യാപകർ അവിടെയുണ്ട്. പക്ഷേ എനിക്കിതിൽ പറയാനുള്ള ഏറ്റവും വലിയ കാര്യം, ആ അധ്യാപകർക്ക് യാതൊരു സെക്യൂരിറ്റിയും ഇല്ല.
അപ്പോൾ ഇന്ത്യൻ എംബസി അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഈ അധ്യാപകർക്ക് പരിപൂർണ സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം. നാളെ ഒരു അധ്യാപിക ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യത്തിൽ എൻ്റെ നല്ലൊരു സൗഹൃദങ്ങൾ മാധ്യമപ്രവർത്തകർ അതുപോലെയുള്ള അവരിലൂടെ ശക്തമായൊരു സപ്പോർട്ടുണ്ടായിരുന്നു. അതില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരാണ് അതിങ്ങനെ കിടക്കുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഹെൽത്ത് സെക്ഷനിലും മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ പേരിലാണ് രാജേഷ് അറസ്റ്റിലായിരുന്നത്. ഹെൽത്ത് സെക്ഷനിലും അതുപോലെ വരികയാണെങ്കിൽ ഏത് രൂപത്തിൽ മെഡിക്കൽ നെഗ്ലിജൻസ് വരാം. അങ്ങനെയാകുമ്പോൾ അവരുടെ അവസ്ഥയും പരിതാപകരമാണ്. അപ്പോൾ അതിന് ഈ പോകുന്ന ആൾക്കാർക്ക് ഒരു മുൻകരുതൽ ഉണ്ടായിരിക്കണം. അവർക്കുള്ള സെക്യൂരിറ്റി ഇന്ത്യൻ സർക്കാർ കൊടുക്കുകയും വേണം. എംബസി കുറേ കൂടെ സ്ട്രോങ് ആയി അവരുടെ നില ഭദ്രമാക്കണം എന്നുള്ളതാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. മാഷെക്കുറിച്ച് സുഹൃത്തുക്കളൊക്കെ ഈ ക്യാമ്പയിൻ്റെ ഇടയിൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഒരുപാട് എഴുതിയിരുന്നു. അപ്പോൾ ഒരാൾ എഴുതിയിരുന്നു, മാഷ് കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിലെ ഒന്നാമത്തെ പാട്ടുകാരനായിരുന്നു എന്ന്. എന്തായാലും വലിയൊരു ദുഃഖാനുഭവത്തിന് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ്, സന്തോഷത്തിലേക്ക്, ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ നിമിഷം പങ്കിടാൻ വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ടിൻ്റെ ഏതാനും വരികൾ മൂളാമോ? ശ്രമിക്കാം എന്നുള്ളതാണ്. കാരണം പാട്ട് പാടിയിട്ടൊരു വർഷത്തിലേറെ ആയിട്ടുണ്ടാവും. പഴയൊരു ഗാനം. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീലനിരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമൻ വിരിമാറിൽ പടരുമല്ലോ. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീലനിരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമൻ വിരിമാറിൽ പടരുമല്ലോ. സന്തോഷം.